അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ. ഹീലാൻഡ് മദർ കെയർ പൂക്കോട്ടുംപാടം. ഹീലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടുംപാടം. വയനാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനരാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി LDF ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. LDF വണ്ടൂർ നിയോജക മണ്ഡലം ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു തരി വർഗീയതയെ ഈ നാടിന്റെ മണ്ണിൽ വെച്ച് പൊറുപ്പിക്കാൻ ഒരു വർഗീയവാദിയെയും ഭീകരവാദിയെയും അനുവദിക്കുന്നില്ല. സതീശനും നമ്മളെ വെല്ലുവിളിക്കുന്നത്, പിണറായി വിജയനെ വെല്ലുവിളിച്ചതെന്താ? നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൈവച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് നടപ്പാക്കേണ്ടി വരും. അതേ സുധാകര, അതേ VD സതീശ ഇന്ത്യയുടെ പരിപാവനമായ ഭരണഘടനയിൽ കൈവച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷെ ആ ഭരണഘടനയിൽ പറയുന്നുണ്ട്, ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം പാർലമെന്റ് പാസാക്കി കഴിഞ്ഞാൽ ആ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നിയമത്തിന്റെ മുമ്പിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും തുല്യ അവകാശമുള്ളവരാണ്. ഇവിടെ എവിടെ തുല്യാവകാശം? CAA എന്ന് പറയുന്ന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. ആ പാസാക്കിയ നിയമത്തിൽ എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾക്ക് അവകാശമില്ല. അത് തുല്യാവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ മുഴുവൻ ആളുകൾക്കും മരണം വരെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന വാഗ്ദാനമാണ്. അതിന് വിരുദ്ധമല്ലേ ഈ CAA നിയമം? ഇവിടെ ജനിച്ചു വീണ എന്നോടും നിങ്ങളോടും നമുക്ക് ഹാജരാക്കാൻ രേഖയില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകണമെന്ന് പറയുന്ന നിയമം അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 25 വിരുദ്ധമായ നിയമമാണിത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയത്. ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ കൈവച്ചുകൊണ്ടല്ലേ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള മറുപടി അത് തന്നെയാണ്. ഇന്ത്യയുടെ പരിപാവനമായ ഭരണഘടനയിൽ കൈവച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ലാതെ നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടല്ല. നരേന്ദ്രമോദി പടച്ചുവിടുന്ന ജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമവും നടപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ഒരു ബാധ്യതയും ഒരു സംസ്ഥാന ഗവൺമെന്റിനുമില്ല. ഈ ഭരണഘടന നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, നമുക്ക് നൽകുന്ന ഉറപ്പുകൾ, അതിന് വിരുദ്ധമായി പാർലമെന്റിൽ എത്ര ഭൂരിപക്ഷമുണ്ടെങ്കിലും ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പാസാക്കിയെടുക്കുന്ന ഒരു നിയമവും അനുസരിക്കാനുള്ള ബാധ്യതയും കേരളത്തിലെ ജനങ്ങൾക്കില്ല. ഇവിടെ നടപ്പാക്കില്ല. അത് നടപ്പാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഈ കാവൽ നിയമം നടപ്പാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന മനുഷ്യർക്കിടയിൽ യഥാർത്ഥ പൗരനും പൗരത്വമില്ലാത്തവനും എന്ന പേരിൽ രണ്ടാംകിട പൗരന്മാരെ സൃഷ്ടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ ഇനിയും ശക്തിപ്പെടണം. ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പോയി ഇതിനെതിരായി കേസ് നടത്താൻ കേരളത്തിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കേരളം ഇടതുപക്ഷത്തിന്റെ ശക്തി ദുർഗമായതുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾ പറയുന്ന CAA, നിങ്ങൾ പറയുന്ന ദേശീയ പൗരത്വ രജിസ്റ്റർ ഞങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കില്ല, നിങ്ങൾ പറയുന്നത് പോലുള്ള ഒരു തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിവർന്നിൽ നിന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇനിയും ഇടതുപക്ഷം ശക്തിപ്പെടണം. നിങ്ങൾ ഇത് നടപ്പാക്കിയ തീരു എന്ന് പറയുന്ന കോൺഗ്രസ് അല്ല. ഇത് നടപ്പാക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അല്ല കേരളത്തിൽ നിന്ന് ജയിച്ചു പോകേണ്ടത്. ഇനിയും ഇതിനേക്കാൾ ഭീകരവുമായ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇവർ പാസാക്കിയെടുക്കുമ്പോൾ നിവർന്നു നിന്ന് അരുതേ എന്ന് പറയാൻ ഇടതുപക്ഷത്തിന്റെ ശക്തി ഇന്ത്യൻ പാർലമെന്റിനകത്ത് വർദ്ധിക്കണം.
ഒരാൾ മാത്രമുണ്ടായപ്പോഴും CAA ഭേദഗതി, NIA ഭേദഗതി നിയമത്തിനും CAA നിയമത്തിനുമെതിരെ ആ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം പിടിച്ചത് ചുവന്ന കൊടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ ചെങ്കൊടി പിടിക്കുന്ന കുശിരന്മാരുടെ നില ഇന്ത്യൻ പാർലമെന്റിനകത്ത് വേണം. നമ്മുടെ നാടിനെ വെച്ചൂടും നശിപ്പിക്കുന്ന, നാട്ടിലെ ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കുന്ന ഇത്തരം വർഗീയമായ നിലപാടുകളും നിയമങ്ങളും ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചൂടപ്പം പോലെ ചുട്ടെടുക്കാൻ കഴിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെതിരായ എതിർ ശബ്ദങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുഴങ്ങണം. അത് മുഴക്കാൻ ആർക്കാവും? ആരുണ്ട് നമ്മുടെ നാടിനെ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സംരക്ഷിക്കാൻ? അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങളുണ്ട് എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയോ? കോൺഗ്രസ് അത് പറയോ? കോൺഗ്രസിന് അത് പറയാൻ കഴിയില്ല. കാരണം BJPയും കോൺഗ്രസും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്തു വരുന്നു എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നായിരുന്നു നേരത്തെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നത്. സോഷ്യൽ മീഡിയയിലും ഒക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പൊ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP അല്ല, ഇന്നത്തെ കോൺഗ്രസ് ഇപ്പോഴേ BJP ആണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പൊ 2 വിഭാഗം ആളുകളേ ഉള്ളൂ. അതേതാ? ഒന്ന് RSSും BJPയും എഴുതി കൊടുക്കുന്ന എക്സിൽ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടി നല്ല ഓഫർ കിട്ടുമ്പോൾ BJPയിലേക്ക് ചാടാൻ തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസുകാർ. രണ്ടാമത് കോൺഗ്രസിലേക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കുന്ന ചില നേതാക്കന്മാർ. ആരെയും ഞാൻ പറയണ്ടല്ലോ, ആ നേതാവിന്റെ ഒക്കെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. ഈ 2 വിഭാഗമേ കേരളത്തിലെ കോൺഗ്രസിനുള്ളൂ. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സ്ഥിതിയോ? ഞാൻ നേരത്തെ പരാമർശിച്ച ഹേമന്ത് ബിശ്വ ശർമ്മ ഉണ്ടല്ലോ, ആസാമിലെ മുഖ്യമന്ത്രി, ഇന്നലെ വണ്ടൂരിൽ വന്നു എന്ന് പറഞ്ഞേ. അയാൾ നേരത്തെ ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അന്ന് BJPയുടെ മുഖ്യമന്ത്രിയല്ല, അന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന 3 മുഖ്യമന്ത്രിമാർ, അത് ആസാമിൽ, മണിപ്പൂരിൽ, അതേപോലെ ത്രിപുരയിൽ, ഈ 3 സംസ്ഥാനങ്ങളിലും ഇപ്പോ BJPയുടെ മുഖ്യമന്ത്രിമാരായിരിക്കുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളാണ്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ 11 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ ഇന്ന് BJPയുടെ നേതാക്കന്മാരാണ്. ഞാൻ പേര് മുഴുവൻ പറയണോ? ആനക്കല്ലിൽ നിന്നും ആരംഭിച്ച റാലി ചോക്കാടങ്ങാടിയിൽ സമാപിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ LDFും പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ശക്തി തെളിയിച്ച് റാലികൾ സംഘടിപ്പിച്ചു. ചോക്കാട് നടന്ന റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, KT മുജീബ്, AITUC ജില്ലാ പ്രസിഡന്റ് MA റസാക്ക, PP സജീവൻ, R ജ്യോതിഷ് കുമാർ, റസിയ സൈനുദ്ദീൻ, ഷാഹിന ഗഫൂർ, KT സെലീന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Real fruit power, real juices from Dabur.